സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സഖരിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 4 വാക്യം 7. സെറുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്തൃ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്ന സെറുബാബേൽ എന്ന പുരോഹിതനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. വളരെ പ്രതികൂലങ്ങൾ നേരിട്ടുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിൽ മുന്നേറുന്ന സെറുബാബേൽ ജീവിത യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മഹാപർവ്വതം പോലെ നിൽക്കുകയാണ്. സെറുബാബേലിൻ്റെ മുമ്പിൽ ഇപ്പോഴുള്ള മഹാപർവ്വതം കഷ്ടതയാണ്, പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്, കീറാമുട്ടി പോലെയുള്ള പ്രശ്നങ്ങൾ, വഴിമുട്ടിയ ജീവിതാവസ്ഥ. എങ്ങനെ മുന്നോട്ട് പോകണം, ഏതു വഴി നീങ്ങണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടാ. പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അതിനു മുന്നിൽ സെറുബാബേൽ പകച്ചു നിൽക്കുകയാണ്. ഇവിടെ എൻ്റെ ജീവിതവും ശുശ്രൂഷയും എല്ലാം അവസാനിക്കും. ഇനി ഒരടി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധ്യമല്ല. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ സെറുബാബേൽ ആയിരിക്കുന്നത്. എന്നാൽ ആ സമയം ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് സെറുബാബേലിന് ലഭിക്കുകയാണ്. എന്താണ് ആ അരുളപ്പാട്? സഖരിയ പ്രവാചകന്റെ പുസ്തകം 4:6 ആ അരുളപ്പാട് നാം കാണുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ ഇത് സംഭവിക്കുവാൻ പോകുന്നത്. നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളിൽ പകച്ചു നിൽക്കുകയാണ്. പ്രതിസന്ധികൾ നിന്നെ മൂടിയിരിക്കുന്നു. എല്ലാ വശത്തു നിന്നും പ്രതികൂലം. ഈ വഴിമുട്ടിയ അവസ്ഥയിൽ ഇതാ സൈന്യത്താലും ശക്തിയാലും അല്ലാത്ത ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടാൻ പോകുന്നു എന്നാണ് ദൈവമായ കർത്താവ് സെറുബാബേലിനോട് പറഞ്ഞത്. ഈ വചനത്തിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ സന്ദേശം നിങ്ങളോടായി പരിശുദ്ധാത്മാവ് പറയുന്നത്, അന്ന് സെറുബാബേൽ വളരെ കഷ്ടതയിലായിരുന്നപ്പോൾ, വളരെ പ്രതികൂലങ്ങളിലായിരുന്നപ്പോൾ, വളരെ പ്രശ്ന സങ്കീർണങ്ങളിൽ കുടുങ്ങിക്കിടന്നപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത്, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സൈന്യത്തിൻ്റെ ശക്തിയിലല്ല, അതുപോലെ മാനുഷിക ശക്തിയിലുമല്ല. പ്രത്യുത ഇത് പരിഹരിക്കാൻ പോകുന്നത് ദൈവാത്മാവിനാൽ, ദൈവശക്തിയാലാണ് എന്നാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളുടെ മുന്നിലും സെറുബാബേലിൻ്റെ മുന്നിലുണ്ടായിരുന്നതുപോലെ ഒരു മഹാപർവ്വതമായി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, വ്യാധികൾ, പല ജീവിത യാഥാർത്ഥ്യങ്ങൾ
നിങ്ങളെ തളർത്തുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇന്ന് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് മാനുഷ്യ ശക്തിയാലല്ല, അതുപോലെ ഏതെങ്കിലും ഒരു ഈ ലോക സംബന്ധമായ കാര്യത്താലുമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിനാലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. നിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറി, ആ പർവ്വതം മാറി ഒരു സമഭൂമിയായിത്തീരുമെന്നാണ് പറയുന്നത്. ആമേൻ, ആമേൻ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും, ഒരു കോടി നാവെനിക്കേകിയാലും, ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ.